എന്റെ പരീക്കുട്ടിയെ ഞാൻ എൻ്റെ ആ കുരുത്തം കെട്ട ചെക്കൻ കാരണം അങ്ങനെ പറയല്ലേ എങ്ങനെ ഇത് പറയാതിരിക്കാന്ന് ആ മൊബൈൽ ഫോൺ അങ്ങോട്ട് വാങ്ങിയിട്ട് വീട്ടിലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ എടുത്ത് തോണ്ടിക്കൊണ്ടേയിരിക്കും ചെയ്ത് നേരത്തും ഒരക്ഷരം പഠിക്കില്ല. ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്താ? ഈ ചെക്കൻ അറിയാത്ത കാര്യങ്ങളില്ല മൊബൈലിൽ. എനിക്ക് ആകെ അറിയാം ആ ഒരു ഫോൺ വിളിക്കൽ മാത്രമാണ്. ഇവരെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ കാണണം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണെന്നേ. എന്തിനാ പറ്റൊക്കെ സ്കൂളിലേക്ക് പോകണം ഞാൻ അതാണ് ആലോചിക്കണത്. ഇപ്പം നാള് PTA മീറ്റിംഗ് ഉണ്ടായി. അപ്പം ഞാൻ PTA മീറ്റിംഗ് ഒന്നും പോകില്ല, മല്ലികനാണ് എന്നൊക്കെ പോയി. ആരും പോലൊന്നുമില്ല. അപ്പം എന്നോട് ചെല്ലണം പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അങ്ങനെ വിളിപ്പിച്ചു. അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ മാഷുമാരൊക്കെ പാടെ കൂടികൾ പറഞ്ഞു ആ കണക്ക് മാഷ് ഇനി പറയാത്തതൊന്നും ബാക്കിയില്ല. പറയണ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുക എന്നല്ലാതെ എന്തെങ്കിലും ഒന്ന് മറുത്ത് നമുക്ക് പറയാൻ പറ്റുമോ? ഒരക്ഷരം പഠിക്കില്ലെന്ന്. അല്ല കണക്കിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇജ്ജും മോശമല്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതിപ്പോ കണക്കിൽ എല്ലാ കുട്ടികളും ഇത്തിരി മോശം തന്നെയാണ്. അത് നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളതിലൊക്കെ മാർക്കുണ്ടോ? ബാക്കിയുള്ളതിലൊക്കെ എന്തേ പട്ടാമ്മ ഇവിടുത്തെ കഥ പറഞ്ഞാണ്ടല്ലോ പറയാതിരിക്കാനല്ലേ ഒരു വിഷയത്തിലും യാതൊരു തരത്തിലുള്ള കൂസലും ഇല്ല. എന്നാ നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഇവള് വാളെടുത്തിട്ടാ വരിക. അതിനെ മനസ്സിലാക്കി ഈ പെണ്ണാണ് ഒരക്ഷരം പഠിക്കുമ്പോൾ ഞാനെങ്ങാനും ഇരുത്തിയിട്ട് എന്തെങ്കിലും 2 അക്ഷരം പഠിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ സമ്മതിക്കൂല അവള്. കുട്ടീനെ അങ്ങനെ പേടിപ്പിക്കല്ലേ, കുട്ടീനെ അങ്ങനെ കാണിക്കല്ലേ, ഇങ്ങനെ കാണിക്കല്ലേ, കുട്ടിക്ക് ഉറക്കം വരണ്ട് തോന്നുന്നു, പോയി കിടന്നോട്ടെ, നമ്മളെന്തെങ്കിലും ഇടപെട്ടാലേ. ഇവിടത്തെയും കഥപ്പം അതൊക്കെ തന്നെയാണ്. ഒരു അക്ഷരം പഠിക്കില്ല, എല്ലേലും മോശം തന്നെ. എങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? എത്ര വെച്ചിട്ടാ പറയാ? പിന്നെ വേറെ അത് ചെന്നപ്പോ ഈ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് എന്റെ മുമ്പിലേക്ക് ഇട്ടു. ഞാൻ അതൊന്നും ഇങ്ങനെ നോക്കിട്ടേ തല താത്തിയിട്ട് നിന്നു. എന്റെ ചേക്കന്റെ പ്രോഗ്രസ് കാർഡിൽ ഈ ചുമന്ന വര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതില്. അതാണ്. അല്ല എന്താ പിറ്റൊക്കെ എങ്ങനെ എന്തിനാ പഠിക്കാൻ പോകും? ഓന്റെ പോക്കറ്റില് ഇതാ. ഓനെവിടെ ഓനെ തെരഞ്ഞെടുക്കല്ല എന്റെ പണി. അവന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതൊക്കെ വഷളാക്കിയതിന്റെ കാര്യം. ചേക്കർ 2 അക്ഷരം ഇരുന്ന് പഠിച്ചറാ. രാത്രി പഠിച്ചോളാം. ഒന്നുമില്ല, എനിക്ക് മാർക്കിൽ ഇരുന്ന് പഠിച്ചൂടാ. എനിക്ക് രാത്രിയിലാ പഠിക്കാറ്. ഇത് ഓൻ കളിക്കണ സമയമാണ്, ഓൻ കളിച്ചോട്ടെ, രാത്രി പഠിച്ചോളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ അംഗം. മഞ്ഞബോൾ എവിടെ? എനിക്കറിയില്ല, ഉമ്മന്റെ കയ്യിലല്ലായിരുന്നോ? തൽക്കാലം ഇജ്ജ് പോയി കളിക്ക്, ഞാൻ പിന്നെ നോക്കി തരാം. ഒന്നാമത്തെ ഇജ്ജാണ് ഈ ചെക്കൻ ഇങ്ങനെ വസലാക്കണേ. പോയി കളിക്ക്. ഒരക്ഷരം ചെക്കൻ പഠിക്കൂല. നീ എന്തെങ്കിലും ഒന്ന് ഞാൻ വന്ന് ഇടപെടാന്നുണ്ടാത്താണ് ഇവളുടെ അംഗം. അവൾ അപ്പൊ തടയും. പിന്നെ ഒന്നല്ല, ഓ നല്ല കുട്ടിയാണ്, അത്യാവശ്യമൊക്കെ പഠിക്കുന്നു. നെജ്ജ് പോനെ കണ്ടില്ല, ഇത്ര പോകുന്നില്ല ഓൻ. ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഊരിലെ ഉരുട്ടി ഇങ്ങനെ കൊടുത്തില്ല, ഓൻ തിന്നില്ല. അതൊന്നും ചെയ്യരുത്. അതാണ് വസലാക്കുക. ആൺകുട്ടികളാണ്, അത് കഴിച്ചോട്ടെ വിചാരിക്കണ്ടേ. അത് സ്കൂളിലൊക്കെ പോയിട്ട് നല്ലോണം തിന്നലോ വെച്ചിട്ട് ഞാൻ തീറ്റിക്കുന്നതാണ്. പിന്നെ സ്കൂളിൽ വന്നിട്ട് അവൻ ഇങ്ങനെ പട്ടിണി കിടന്നിട്ടാണ് ഇപ്പൊ അവന്റെ പോലെ. അങ്ങനെ ഒന്നും പറയാതിരിക്കാൻ നല്ല. ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കാണിച്ച് വളർത്തി വഷളാക്കിയേ അല്ലേ? അത് ഓളുടെ അമ്മായിയുടെ മോളാണ്. എന്താണ്? വായോ കേറ്. എന്താ കാസിം വന്നില്ലേ? അതെ കേറ്. നീ വെള്ളം എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അങ്ങനെ എപ്പോഴും വരുന്ന ആൾക്കാരൊന്നല്ല. എന്താണ് ആ കുട്ടിക്ക്? എന്താണ് ആ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും തോന്നിയോ? ചെറിയ ഒരു ചൊടലിച്ചുണ്ടല്ലോ. അല്ലേ, ഞാനിത് നല്ല ഉഷാറുള്ള ചെക്കനായിരുന്നു. ഞാനും ശ്രദ്ധിച്ചായി. എനിക്ക് തോന്നിയില്ലേ? അവന്റെ മുഖം കണ്ടറിയത് എന്തോ ഒരു തച്ചുപഴുണ്ട്. അതല്ലേ പഠിച്ചോ വല്ല വയ്യാണ്ടായോ എന്തൊക്കെ അറിയില്ല കേട്ടോ. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് പറയേ. എന്താന്ന് അറിയില്ല റസിയാത്ത. അവ ഇപ്പൊ ആരെടുത്തും മിണ്ടുന്നില്ല. എന്ത് ചോദിച്ചാലും ആരെടുത്തും ഒരു സംസാരവും കാര്യങ്ങളും ഒന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ദേഷ്യവും. എന്താന്ന് ഒരു പിടുത്തമില്ല. അല്ല അങ്ങനെ ഇപ്പൊ എന്താന്നൊരു പിടുത്തല്ല എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടിയുടെ കാര്യം പിന്നെ നമ്മളല്ലേ നോക്കണ്ടത്. അന്നെ കൊണ്ട് പറ്റണില്ലെങ്കിൽ അന്റെ കെട്ടിയനോട് പറയണോ? ഇക്ക അതിനപ്പുറം മോ എന്തെങ്കിലും ചോദിച്ചാൽ വാപ്പ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. വാപ്പാടെ കാര്യം ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്.
അങ്ങനെ വഴക്ക് കൂടിയിട്ട് ഇപ്പൊ കാര്യമൊന്നുമില്ലല്ലോ. ഓൻ ചെറുതല്ലേ, ഓനോട് സ്നേഹത്തിലൊക്കെ കാര്യം ചോദിക്കണോ? ഞാൻ അതിനാണ് ഇങ്ങോട്ട് റസിയാത്താരുടെ അടുത്തോട്ട് കൊണ്ടുവന്നത്. മോനെ ഒന്ന് ഒരു ഡോക്ടറെ എങ്ങനെ കാണിച്ച് എന്താണെന്നുള്ള എന്ത് പറയണ മിണ്ടുമ്പോ ഡോക്ടറെ കാണിക്കുക? ഓനിപ്പോ മനസ്സിലെന്തെങ്കിലും വിഷമം ആയിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും മാഷുമാര് വഴക്ക് പറയാ, അല്ലെങ്കിൽ കുട്ടികളെന്തെങ്കിലും കളിയാക്കേ, അതൊക്കെ മതി കുട്ടികൾക്ക് ഇപ്പൊ വിഷമാവാൻ വേണ്ടിട്ട്. അതാണെന്ന് തോന്നില്ല റസിയാത്ത. പക്ഷെ ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കി. ഈ മിണ്ടുമ്പോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വെറുതെ നടക്കണ ചെക്കനെ നീ ഈ വലിയ രോഗിയൊന്നും ആക്കണ്ടേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അവനോട് ചോദിച്ചോളാം എന്താ കാര്യമെന്ന്. ഇപ്പൊ ഓന്റെ മുഖം കണ്ട് എന്നോട് പിണങ്ങിയിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് വരാൻ ഒട്ടും കൂട്ടാക്കില്ല. ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതാ. അതാണപ്പൊ എന്താണെന്നൊന്നും അറിയണല്ലോ. ഇനിയിപ്പോ ഓന്റെ സ്കൂളിൽ പോയിട്ട് അന്വേഷിച്ചോ? സ്കൂളിൽ പോയി തിരക്കിയപ്പോ അവിടെ ആരടുത്തും അധികം സംസാരമൊന്നും ഇല്ല എന്നാ പറയുന്നത്. കൂട്ടുകാരും ഇല്ല, കൂട്ടുകാരും ഒന്നുമില്ല, അധികം സംസാരവും ഇല്ല. പ്രശ്നോ? റസിയാത്തൊന്ന് കാര്യമായിട്ടൊന്ന് ചോദിച്ചിട്ട്. അല്ല ഞാൻ ചോദിക്കും, പിന്നെ നമ്മടെ മോന്റെ കാര്യം നമ്മളല്ലാതെ വേറെ ആരാ നോക്കുക? ഈ വിഷമിക്കൊന്നും വേണ്ട. ഇതാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എൻ്റെ കണ്ണും നിറയും. ഇതൊക്കെയാണ് പ്രശ്നം. നമ്മൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കണ്ടേ? നമ്മുടെ വീട്ടിലെ കാര്യം നമ്മളല്ലാതെ പിന്നെ ആരാ നോക്കുക? ഈ അങ്ങനെ നിന്നാൽ മതി. ഈ ബേജാറാവൊന്നും വേണ്ട. അതൊക്കെ ഞാനൊക്കെ കൂടി നോക്കിക്കോളാം. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അച്ചു. വാൻസിലിക്ക, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. വാൻസിലിക്ക, വാൻസിലിക്ക. നിങ്ങൾ എന്തിട്ട് മത്സരം ഉണ്ടോ? ഉച്ച